വയനാട് ഉരുൾപൊട്ടലിൽ പുനരധിവാസത്തിന്റെ ആദ്യഘട്ട പട്ടികയിൽ 242 ഗുണഭോക്താക്കൾ. പട്ടിക ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അംഗീകരിച്ചു. അർജുൻ PS ചേരുന്ന വിവരങ്ങളുമായി. അർജുൻ, വിവരങ്ങൾ എന്താണ്? ഇത്തരത്തിലൊരു കരട് പട്ടിക സർക്കാർ പുറത്തിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഈ കരട് പട്ടികയിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതായത് ഒരാളുടെ പേര് തന്നെ നിരവധി തവണ വരിക, ഒരു 10 തവണയൊക്കെ ഒരാളുടെ പേര് വരിക, മാത്രമല്ല ഈ അർഹതയില്ലാത്തവരുടെ പേരടക്കം ഈ പട്ടികയിൽ ഉൾപ്പെടുക തുടങ്ങിയ ഈ ഒരു സംഭവങ്ങളൊക്കെ ഈ കരട് പട്ടികയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു അന്തിമ പട്ടിക, ഒന്നാം ഘട്ട പട്ടിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 235 പേരുടെ പട്ടികയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 7 പേർ കൂടി ഉൾപ്പെട്ടുകൊണ്ട് 242 ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പട്ടിക ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇപ്പോൾ അംഗീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ ഒരു പട്ടികയും കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൂടിയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പറയുന്നത്. അത് പരിശോധിച്ച് പറയാനുള്ള ഒരു സമയം കൂടി ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെയും ഈ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ 2 സ്ഥലങ്ങളിലായി സ്ഥലമേറ്റെടുപ്പ് നടപടികൾ പൂർത്തിയായതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു 242 പേരുടെ ഒരു ഗുണഭോക്താക്കളുടെ പട്ടിക പുറത്തു വരുന്നത്. കഴിഞ്ഞ കരട് പട്ടികയിൽ തന്നെ ഈ മരണപ്പെട്ടവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നിരവധി പേർ ഇത്തരത്തിൽ മരണപ്പെട്ട് ഒരു കുടുംബം മൊത്തം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ഇത്തരത്തിൽ ആ കുടുംബം ഒന്നാകെ പോയ ചില സംഭവങ്ങളുണ്ട്. അവർക്കടക്കം ഇത്തരത്തിൽ ഈ ഗുണഭോക്തൃ പട്ടികയിൽ ഇടം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഒരു കുടുംബത്തിൽ ആരും അവശേഷിക്കുന്നില്ല, ആ അവശേഷിക്കാത്ത കുടുംബത്തിലടക്കം ഈ കരട് പട്ടികയിൽ ഇടം പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യം വലിയ വിമർശനങ്ങളുണ്ട്. കാരണം ഇവർക്ക് പിന്നെ വീട് കിട്ടിയിട്ട് എന്താണ് കാര്യം എന്നുള്ള ഒരു വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പുനരധിവാസ പട്ടിക, ആദ്യഘട്ട പുനരധിവാസ പട്ടിക ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിലും വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ അവർക്ക് പറയുവാനുള്ള ഒരു അവസരം കൂടി ഇതിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിലായിരിക്കും നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുക. ഓരോ വാർഡുകൾ തിരിച്ചിട്ടുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് പുഞ്ചിരിമട്ടം, അതുപോലെ തന്നെ മുണ്ടക്കൈ, ചൂരമല, ഈ ഒരു 3 പ്രദേശങ്ങളിലെയും വിവിധ വാർഡുകൾ, മൂന്ന് വാർഡുകൾ തിരിച്ചുള്ള ഒരു പട്ടികയാണ് ഇപ്പോൾ എന്തിനാൽ തന്നെയും പുറത്തു വന്നിട്ടുള്ളത്. മാനന്തവാടി സബ് കളക്ടർ, വയനാട് മാനന്തവാടി സബ് കളക്ടറാണ് ഇതിന്റെ മേൽനോട്ടം വഹിച്ചിട്ടുള്ളത്. ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ആളുകളും ഇതിൽ മേൽനോട്ടം വഹിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പഞ്ചായത്തിന്റെ ഒക്കെ വിവരങ്ങൾ അടിസ്ഥാനത്തിൽ, വാർഡുകളുടെ ഒക്കെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പട്ടിക രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ശരി അർജുൻ.